2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ജനുവരി മാസത്തെ കണക്കുകൾ പ്രകാരമുള്ള റവന്യൂ എന്ന് പറയുന്നത് 1,91,162 കോടി രൂപയാണ്. ഈ ഒരു സാമ്പത്തിക വർഷം എസ്റ്റിമേറ്റഡ് ആയിട്ട് 2.35 ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന റവന്യൂ മാർക്ക് എത്താൻ സാധിക്കുമെന്നും ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാളും 40,000 കോടി രൂപ കൂടുതലായിരിക്കുമെന്ന് പറയുന്ന കണക്കുകൾ കുറച്ച് മാസം മുൻപാണ് പുറത്തു വന്നത്. എന്നാൽ ഇതേ റെയിൽവേയെ പിടിച്ചുലക്കിയ ഒരു വാർത്തയായിരുന്നു കേരളത്തിലെ എലന്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പുറത്തു വന്നത്. എലന്തൂരിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാർത്തയെ പറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളെ പറ്റിയും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് തന്നെയാണ് കൃത്യം ഒരു വർഷം മുൻപ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് റെയിൽവേ നെറ്റ്വർക്കുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ നേതൃത്വത്തിൽ നിരവധി വ്യാപകമായ തീവ്രവാദ ആക്രമണം നടന്നേക്കാമെന്ന് പറയുന്ന സൂചനയും ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവന്ന കാര്യത്തെപ്പറ്റിയുള്ള വാർത്ത വളരെയധികം ചർച്ചാ വിഷയമാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ കൂടുതലായി പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം മാറപ്പെടുന്നു? ഇതെന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെയധികം വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എലന്തൂരിൽ നടന്ന ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വിശദമായി മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനും ശ്രമിക്കുക. ലോകത്തെ 4th ബിഗ്ഗസ്റ്റ് റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയിലുള്ളത്. ഏകദേശം 1,14,500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാക്കുകളാണ് ഇന്ത്യയിലെ 7,500 റെയിൽവേ സ്റ്റേഷനുകളായിട്ട് മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യക്ക് മുമ്പിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ 3 രാജ്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഗുണകരമായ നേട്ടം എന്ന് പറയുന്ന പ്രതിദിനം ഇന്ത്യയിൽ റെയിൽവേ സേവനം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. കാരണം 3 കോടി എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് നമ്പറിലാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരിയായിട്ട് ആൾക്കാർ റെയിൽവേ ആശ്രയിക്കുന്നു പറയുന്ന കാര്യങ്ങളാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെ ചരക്ക് നീക്കത്തിനും നിത്യജീവിതത്തിലുള്ള നിരവധി ട്രാവലിങ്ങിനുമായിട്ടും ആൾക്കാർ റെയിൽവേ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാനുള്ള കാരണം റെയിൽവേയുടെ നിരക്കും അവിടെ ഈസി ടു ആക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ റെയിൽവേയിലുള്ള നിരവധി ലൂപ്പ് ഹോൾസും സെക്യൂരിറ്റി കൺസേൺസും ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളും റെയിൽവേ കേന്ദ്രീകരിച്ച് നടക്കുന്നു പറയുന്ന വാർത്തകളും വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2011 കേരളത്തിലെ വള്ളത്തോൾ നഗരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഭിക്ഷാടകൻ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപാതകം ചെയ്തൊരു വാർത്ത നമ്മൾ ഓരോരുത്തരും മറക്കാത്ത കാര്യമാണ്. അതിനുശേഷം കേരളത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതം ഒരുക്കുന്ന രീതിയിൽ റെയിൽവേയിൽ നിരവധി മാറ്റം കൊണ്ടുവരണമെന്നൊരു ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ആവശ്യം നടപ്പാക്കാമെന്ന് പറയുന്ന ഉറപ്പും അധികാരികൾ നൽകിയിരുന്നു. പക്ഷേ ഈ ഒരു ഉറപ്പ് എത്രത്തോളം പ്രാവർത്തികമായെന്ന് പറയുന്ന ചോദ്യം നിങ്ങളൊന്ന് ഉന്നയിച്ച് നോക്കുകയാണെങ്കിൽ കുറേയധികം സംശയങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും റെയിൽവേയുടെ നിരവധി ഡിവിഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി മാറ്റങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിനായിട്ട് RRSK എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നു. ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് 2017 മുതൽ റെയിൽവേക്ക് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2017 1 ലക്ഷം കോടി രൂപയായിരുന്നു അടുത്ത 5 വർഷത്തേക്ക് റെയിൽവേയുടെ സേഫ്റ്റി പർപ്പസിനായിട്ട് മാറ്റിവെക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നത്. ഈ പ്രഖ്യാപനം വരിക മാത്രമല്ല, അടുത്ത ഓരോ വർഷവും ഏകദേശം 20,000 കോടി രൂപ വെച്ച് മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ 20,000 കോടി രൂപയും സ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനുള്ള ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഒപ്പം റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കാനും റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ബോഗികളും ബാക്കിയുള്ള കാര്യങ്ങളും നവീകരിച്ച് പുതിയ രീതിയിൽ മാറ്റുവാനും വേണ്ടിയായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു ബേസിക് പർപ്പസിനായിട്ട് ഈ തുക മതിയാവുകയില്ല എന്ന് പറയുന്ന ആവശ്യം അന്ന് റെയിൽവേയുടെ ഭാഗത്ത് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഏകദേശം 50% കൂടുതൽ ഹൈക്ക് നൽകണമെന്ന് 2017 ശേഷം കുറേയധികം വർഷങ്ങളായിട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കുറച്ച് മാസം മുൻപായിട്ട് വന്നൊരു വാർത്തയായിരുന്നു, ഒരു 45,000 കോടി രൂപ ഗവൺമെന്റ് റെയിൽവേക്ക് നൽകാൻ പോകുന്നു, അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്ന കാര്യം. അതായത് അടുത്ത 5 വർഷത്തേക്ക് ഈ തുക സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്ന കാര്യമാണ് പ്രഖ്യാപിച്ചത്. ആദ്യ വർഷം 2023 തന്നെ ഏകദേശം 11,000 കോടി രൂപ സ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി നൽകിയ 1 ലക്ഷം കോടി രൂപ എത്ര എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഇന്ന് മാൻ പവർ മാറുന്നുണ്ട്. ഇത് പറയുമ്പോൾ പലർക്കും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായി തോന്നിയേക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയായിട്ട് റെയിൽവേ മാറുന്നുണ്ട്. എന്നിട്ടും റെയിൽവേയിൽ എന്തുകൊണ്ട് മാൻ പവറിന്റെ ഷോർട്ടേജ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം.
അതിന് പ്രധാനപ്പെട്ട കാരണം റെയിൽവേയിലെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ആൾക്കാരെ എടുക്കുന്നതും അവരെ ഉപയോഗിക്കുന്നതുമാണെന്ന് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ട്രിവാൻഡ്രം ഡിവിഷനെ പറ്റി വന്നൊരു വാർത്ത തന്നെ എടുക്കാം. ട്രിവാൻഡ്രം ഡിവിഷനിൽ ഏകദേശം 596 ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനേഴ്സ് എന്ന് പറയുന്ന TTമാരെ ആവശ്യമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവിടെയുള്ളത് 499 TTമാരാണ്. പക്ഷേ ഈ ഒരു 596 എന്ന് പറയുന്ന ആവശ്യമായ നമ്പർ 20 വർഷം മുമ്പ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡിവിഷന് വേണ്ടി മാത്രമായിട്ട് അലോട്ട് ചെയ്ത നമ്പറാണ്. സോ 20 വർഷത്തിന് ശേഷം എന്തെല്ലാം മാറ്റം വന്നു, എന്തെല്ലാം ചേഞ്ചസ് റെയിൽവേയിൽ വന്നു എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പോഴും റെയിൽവേ ഫോളോ ചെയ്യുന്നത് സെയിം ആ ഒരു ഓൾഡ് രീതിയിലുള്ള അതേ ഒരു നമ്പേഴ്സ് ആണെന്ന് പറയുമ്പോൾ അതിൽ തന്നെ എത്രമാത്രം ഒരു മെല്ലെ പോക്കാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കണ്ടെത്താൻ സാധിക്കും. സോ ഇത് മാത്രമാണ് റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഇന്ന് നടന്ന എലന്തൂരിലെ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ധാരണ ലഭിച്ചേക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ റെയിൽവേ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളും ടെറർ അറ്റാക്കുകൾ നടന്നേക്കാമെന്ന് പറയുന്ന വാർണിംഗ്സ് പല വർഷങ്ങളായിട്ട് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ പോലും ഈ നടന്ന ഇൻസിഡന്റ് എലന്തൂരിലുണ്ടായ ആ ഒരു പർട്ടിക്കുലർ പ്രശ്നം പോലും അന്വേഷിക്കുന്ന ഏജൻസികൾ പറയുന്നത് ഇതിൽ ടെറർ ആംഗിൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഈ ഒരു അറ്റാക്ക് നടത്തിയ രീതിയും അത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച സ്ഥലമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം ഡീപ്പായിട്ടുള്ള ടെററിംഗ് ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അന്വേഷിക്കാനായിട്ടും ഏജൻസികൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ ടെററിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഇന്ത്യൻ റെയിൽവേ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അതിന്റെ മേജർ റീസൺ ഇന്ത്യൻ റെയിൽവേയിലുള്ള ലൂപ്പ് ഹോൾസ് ആണ്. നിങ്ങളുടെ പലരുടെയും വീടുകളുടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാവും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് ചെന്ന് വെറുതെ അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പരിശോധിക്കും. ചിലപ്പോൾ അവിടെ കുറേയധികം RPF ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിൻ കയറാനായിട്ട് വരുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഈ RPF ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ആനുപാതികമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കും ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരിക. രണ്ടാമത്തെ കാര്യം സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു പകുതിയിലധികം വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിച്ചില്ല എന്ന് പറയുന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. സോ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തുടരുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം, ഈ മെറ്റൽ ഡിറ്റക്ടറും അതുപോലെ RPF ഉദ്യോഗസ്ഥന്മാരുടെ പോലും കയ്യിൽ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ഡിറ്റക്ടേഴ്സിന്റെ എണ്ണത്തിന്റെ കുറവുമാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരം മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആകുന്നു, അത് വർക്കാവുന്നുണ്ടോ ഇല്ലെന്ന് പറയുന്ന കാര്യത്തെ പോലും പരിശോധിക്കാനായിട്ട് ഇപ്പോഴും പല റെയിൽവേ നെറ്റ്വർക്കുകളിലും ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സോ ഒരു സിമ്പിളായിട്ട് ലൂപ്പ് ഹോൾസ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. പലപ്പോഴും റെയിൽവേ കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവ് കടത്തും ബാക്കിയുള്ള പല കള്ളക്കടത്തുകളും റെയിൽവേ പോലീസ് പിടികൂടാറുണ്ട്. അത് പിടികൂടാനുള്ള കാരണം അവർക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ചുകൊണ്ടാണ്. അല്ലാതെ ഇത്തരം ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തി അത് പിടികൂടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പരിശോധന നടത്താനുള്ള ഡിവൈസസ് പോലും റെയിൽവേയുടെ കൈവശം ഷോർട്ടേജ് ആണെന്ന് പറയുന്ന വാർത്തകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ അടിയന്തരമായിട്ട് ആൽക്കഹോൾ ഡിറ്റക്ടർ സ്ഥാപിക്കണമെന്ന് പറയുന്ന ആവശ്യം വർഷങ്ങളായിട്ട് തന്നെ നിരവധി NGOസും ഇന്ത്യയിലെ തന്നെയുള്ള നിരവധി ലോ മേക്കേഴ്സും ഉന്നയിച്ച അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. കാരണം ഇന്ത്യൻ റെയിൽവേയിൽ മദ്യപിച്ച് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമം ഉണ്ടെങ്കിലും അത് ലംഘിച്ചുകൊണ്ട് മദ്യപിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിനിൽ കയറി പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മദ്യപാനികൾ സ്ത്രീകളോട് അപമര്യാദ പെരുമാറുന്നതും അത് തടയാൻ വരുന്നവരെ പോലും മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നതെല്ലാം തന്നെ പലപ്പോഴും വാർത്തകൾ വന്ന കാര്യമാണ്. ഇത്തരം മദ്യപാനം മൂലമുള്ള പ്രശ്നം ഒഴിവാക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും റെയിൽവേ നെറ്റ്വർക്കുകളെല്ലാം തന്നെ ആൽക്കഹോൾ ഡിറ്റക്ടേഴ്സ് വേണമെന്ന ആവശ്യം വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. പക്ഷെ അതും ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായി തുടരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ മറ്റൊരു മേജർ കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്ന ഇൻസിഡന്റുമായിട്ട് കമ്പയർ ആണെങ്കിൽ ട്രെയിനുകളിൽ ഹാംഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യമോ ക്യാരി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് പെട്രോൾ പോലത്തെ മാരകമായ കാര്യങ്ങൾ ഒരിക്കലും ട്രെയിനിൽ ക്യാരി ചെയ്യാൻ പാടില്ലെന്ന് റെയിൽവേയുടെ റൂൾ പ്രകാരം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് പലർക്കും അറിയാതെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടും റെയിൽവേയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റെയിൽവേയിൽ ഇത്തരത്തിലുള്ള നിരവധി ഹാംഫുൾ ആകാൻ ചാൻസ് ഉള്ള വസ്തുക്കൾ ക്യാരി ചെയ്യുന്ന ആൾക്കാരെ മേ ബി ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന പലരും പലപ്പോഴും കണ്ടിരിക്കും. ഇവർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്ന് പോലും ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. അവിടെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും, അവരുടെ കയ്യിൽ എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഒരിക്കലും തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികർക്ക് അറിയാൻ സാധിക്കില്ല. സോ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നത്. ഇത് കൂടാതെ ഓരോ കമ്പാർട്ട്മെന്റുകളിലും എമർജൻസി ആയിട്ട് മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ് സ്ഥാപിക്കണം എന്ന് പറയുന്ന ആവശ്യം ഇന്ത്യൻ റെയിൽവേ ഉന്നയിച്ചാണ്.
അത് നടപ്പാക്കാനായിട്ട് ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേ തന്നെ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം. ഇതിനെല്ലാത്തിനും കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് രാഷ്ട്രീയക്കാരും അതുപോലെ രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിഴലായി തുടർന്നുകൊണ്ട് അവർ എല്ലാ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേയുടെ പോലും പല കോൺട്രാക്റ്റുകൾ സ്വന്തമാക്കുന്ന പ്രൈവറ്റ് കമ്പനീസും ഈ കോൺട്രാക്ട്സ് കൈമാറാൻ ശ്രമിക്കുന്ന റെയിൽവേയിൽ തന്നെയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പല പല കാര്യങ്ങളെ കാണാൻ സാധിക്കാം. പലപ്പോഴും റെയിൽവേയിൽ എത്രമാത്രം മോശമായ പ്രവർത്തനം നടപ്പാകുന്നു പറഞ്ഞ വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കും. കുറച്ച് മുമ്പായിട്ടായിരുന്നു പാട്ന റെയിൽവേ സ്റ്റേഷനിൽ ലൈവായിട്ട് പോൺ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു പറഞ്ഞ വാർത്ത തമാശ രൂപേണ എല്ലാവരും ചർച്ച ചെയ്ത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഒരു സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് ആണ് അവിടെ ഉണ്ടായതെന്ന്. അതും ഒരു വലിയ റെയിൽവേ സ്റ്റേഷനിൽ ലൈവായിട്ട് 3 മിനിറ്റോളം പോൺ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എത്രമാത്രം സെക്യൂരിറ്റി ബ്രീച്ച് ആ ഒരു വിഷയത്തിൽ ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലെ തന്നെ നാളെ ഏതെങ്കിലുമൊക്കെ ഒരു ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഏജൻസികൾ ഈ അവരുടെ ആശയങ്ങൾ ഇന്ത്യൻ റെയിൽവേ വഴി ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ശ്രമിച്ചാൽ അതൊരിക്കലും നമുക്ക് ഇത്തരം ലൂപ്പ് ഹോൾസ് ഉണ്ടാകുമ്പോൾ തടയാൻ സാധിക്കില്ല. സോ അതൊക്കെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു എലന്തൂരിലുണ്ടായ ഇൻസിഡന്റ് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് കാണാൻ സാധിക്കില്ല. ഇത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ തുടർച്ചയായ കാര്യമായിട്ടാണ് പരിഗണിക്കാൻ സാധിക്കുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ്. അത് പ്രൈവറ്റൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ പലരും ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് പ്രൈവറ്റ് കമ്പനീസിന് ഇത് കൈമാറുന്നതിന് മുമ്പ് നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രോപ്പറായിട്ട് എഫക്റ്റീവായ രീതിയിൽ ഈ റെയിൽവേ നെറ്റ്വർക്കുകളെ കുറച്ചും കൂടെ പരിഷ്കരിച്ച് അവിടെയുള്ള സേഫ്റ്റി കൺസേൺസ് ഒക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആക്കി മാറ്റിക്കൂടാ? ഈ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല എന്തെന്നെ ശ്രമിച്ചാലും ഈ പട്ടിയുടെ കാല് കുഴലിട്ടാൽ നിവരില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം പറയുമല്ലോ പലരും. അതേപോലെ ഈ റെയിൽവേയും എന്തെന്നെ ശ്രമിച്ച് എന്തെന്നെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് വീണ്ടും പഴയ പോലെ ആകുമെന്നും പലരും അഭിപ്രായം ഉന്നയിക്കാറുണ്ട്. അതിന് മേജർ റീസൺ യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമൂഹം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെന്നുള്ള തോന്നൽ ആദ്യം വേണം. ഇപ്പൊ നമ്മുടെ ഒരു സ്വന്തം ബൈക്ക് പുതിയതായിട്ട് വാങ്ങിയ ബൈക്കാണെങ്കിൽ അതിൽ കല്ലെറിയാനോ അല്ലെങ്കിൽ അതിന് സ്ക്രാച്ച് വീഴാൻ പോലും നമ്മൾ ചെറിയ തോതിലുള്ള ഒരു പേടി കാണിക്കും. അതേപോലെ തന്നെ റെയിൽവേയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ റെയിൽവേ നമ്മുടേതാണെന്ന് പറയുന്ന തോന്നൽ വേണം. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളാണെന്ന് പറയുന്ന ഒരു തോന്നൽ നമുക്ക് വേണം. പിന്നെ ഇത്തരം ദേശവിരുദ്ധരായ ആൾക്കാരെ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് കാണുകയാണെങ്കിലോ അത് അപ്പോൾ തന്നെ നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫോം ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയിക്കുകയും വേണം. ഇങ്ങനെ അറിയിച്ച് കംപ്ലൈന്റ് രേഖപ്പെടുത്തിയാൽ ആ കംപ്ലൈന്റ് വാങ്ങിച്ച RPF ആണെങ്കിലോ അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിലോ അത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. റെയിൽവേയിൽ വരുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആണ് ആ റെയിൽവേയിൽ ഇത്തരം പരാതികൾ കിട്ടിയിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കാലതാമസം എന്ന് പറയുന്നത്. അതും പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. സോ ഒരു പ്രോപ്പർ ചേഞ്ചസ് വന്നാൽ മാത്രമേ ഇന്ത്യൻ റെയിൽവേയെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതിൽ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഒരു നിമിഷമെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ഇത്തരം പല ഇൻസിഡൻസ് ആയിരിക്കും ഓർമ്മ വരിക. പലപ്പോഴും നമ്മുടെ ഇന്ത്യ റെയിൽവേ ടാർഗറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റെയിൽവേയിലെ സെക്യൂരിറ്റി പ്രോബ്ലമാണ്. ഇത് പലരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഒരു മാറ്റം റെയിൽവേയിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അറിയിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.